ആ അത് ചെയ്യാം അത്. ഇത് വെച്ചേ വേണോ? ഇറങ്ങാൻ പാങ്ങില്ല. അവിടെ വെളി ഭയങ്കര കുടു പുകയ്ക്കൂടി. തൊണ്ടെല്ലാം വാങ്ങിട്ട് പുകയ്ക്കത്തുണ്ട്. തൊണ്ട കുറവായിട്ട് പുകയ്ക്കണം. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അഖിലിനെ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഒത്തില്ല. ഞാൻ ബസ്സിൽ ഇരിക്കുമ്പോ അന്ന് യൂണിയൻ ഇതുണ്ടായിരുന്നു, ധർണ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ബാങ്കിന്റെ ഫ്രണ്ടിൽ ഞാൻ ഞങ്ങളുടെ യൂണിയനിൽ അത് എല്ലാ ബാങ്ക് യൂണിയൻസും പിന്നെ അവിടെ ടൂർണമെന്റ് നടന്നോണ്ടിരിക്കില്ലേ ക്രിക്കറ്റ്? അതിന്റെ ഫൈനൽ 28-ാം തീയതിയോ അതിനൊക്കെ ഇവര് തൊണ്ടമായിട്ട് പുകയ്ക്കണം. ഓ എന്തൊരു മുറ്റത്തോട്ട് ഇറങ്ങാൻ പാടില്ല. അടിച്ച് പിച്ചറയും മതി. പുള്ളിയുടെ ഇപ്പുറത്തെ ഞങ്ങളെ അറിയിച്ചില്ല കുളവും ഈ വളവും വെറുതെ തൊണ്ട മാറ്റിയാൽ ഇത്ര കുറെ വ്യത്യാസമുണ്ട്. ഞാൻ കൂടെ ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റില്ല. കടിച്ച് കയറി വൈകുന്നേരമാണ് ഭയങ്കര അത് ഒന്നാമത് ഇവിടെ വല്ല വണ്ടിയായിട്ട് വണ്ടി ചുരിദാറായി എല്ലാരും പുകയ്ക്കുക എളുപ്പമാണ്. ഇറങ്ങാൻ സൗകര്യമുണ്ട് പടിയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോ. അവിടെ ഇരിക്കണം. ആ ഫാൻ ഇട്ടിരുന്നാൽ കുറെ മാറ്റം വരും. അച്ഛനെ ഈ ആസ്മയുള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇരുന്നോ? തണുപ്പ് തട്ടിക്കൂടാ. രണ്ടുപേരും ഒരു സ്ഥലത്തില്ലേ? രണ്ട് ഇതിലാണെന്നേ ഉള്ളൂ. അപ്പുറം ഈ മുറിയും ആ മുറിയും പോലെ തന്നെ, പക്ഷെ രണ്ട് ഓഫീസാണ്. രണ്ടുപേരും ഒരേ പോസ്റ്റാണ്. പാലിപ്പം ഞാൻ കൊണ്ടുവന്നു. അല്ല അതുകൊണ്ട് പാല് എന്ന് കഴിയുമ്പോഴേ കഫക്കെട്ടുണ്ടാവും എനിക്ക്. എന്നിട്ട് അങ്ങ് രാത്രി ഉറങ്ങുമ്പോൾ ശ്വാസം മുട്ടല് വരും. പിന്നെ അതിനെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇയർ ബാലൻസിന്റെ വരും. അത് ഇതുകൊണ്ടാണ് മോളൊക്കെ പറയാം അമ്മയുടെ പുതിയ കണ്ടുപിടുത്തം. പക്ഷെ സത്യമാണ്. രണ്ടുപേരും ഒരുമിച്ചായിരുന്നോ വന്നത്? അല്ല, എങ്ങനെ ബസ്സിലാ പോകുന്ന? അവിടെ ഇത്ര വണ്ടിയെ പാർക്ക് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുള്ളൂ. മാത്രമല്ല സപ്പോസ് എങ്ങാനും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള വണ്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ അല്ല ബൈക്കില്ല അല്ലേ? ബൈക്കില്ല. അവിടെ പോയി സിറ്റിയിലൊക്കെ കൂടെ ഓടിക്കാനേ. ബൈക്ക് കുഴപ്പമൊന്നുമില്ല. ബൈക്ക് കൊണ്ടുപോകാം. കാറ് പോണതിന് കുഴപ്പമില്ല. പാർക്ക് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വേണ്ട കുറച്ച് അല്ല അതുകൊണ്ടല്ല വെള്ളം കഴിയുന്ന കുറച്ചേ കുടിക്കും. സ്കൂളൊന്നും ഇല്ലായിരുന്നു. സ്കൂള് തുറന്നില്ലായിരുന്നു. ഭയങ്കര മുണ്ട് എനിക്ക് മുണ്ടാവില്ലെന്ന് പറയുന്നു. അങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ട് കുഴങ്ങി. മധുരമൊക്കെ കുറച്ച് ഇതാക്കും. ഇരുന്നോ? പിന്നെ നാളെ രാവിലെയാണ് പോകുന്നപ്പോ മഹേഷ് ഹരികൃഷ്ണൻ മഠത്തിൽ നിശ്ചയം കഴിഞ്ഞു അല്ലേ?
മഹേഷിന്റെ കഴിഞ്ഞു മറ്റേ വെള്ളയമ്പലത്തിലെ ഇതിന് ഞാൻ ഈശ്വരൻ ഈശ്വരൻ വെള്ളയമ്പല വെട്ടിനാണ് മഞ്ജുവിന്റെ സഹോദരൻ ഞാൻ ഇതില് മൊബൈലില് വാട്സാപ്പിൽ കണ്ടു വെളി ഗ്രൂപ്പിൽ പാലക്കാട് വിദ്യാഭ്യാസങ്ങളൊക്കെ പോയി